റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ സന്ദർശിച്ച് കുടുംബം തിരികെ നാട്ടിലെത്തി. സമീർ സി മുഹമ്മദ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഉന്മേഷ്, മകനെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഉമ്മ ഫാത്തിമ. അപ്പോൾ തന്നെ സഹോദരൻ നസീറുമുണ്ട്. ആ കുടുംബം നമുക്കൊപ്പം ചിരിക്കുകയാണ്. ഉമ്മ 18 വർഷത്തിന് ശേഷമാണ് മകനെ കണ്ടത്. അതന്നെ, മകനെ കണ്ട് സന്തോഷത്തിൽ ചായ കുടിച്ച് വന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ആക്കി പോന്ന്. ഇപ്പോൾ നാട്ടിൽ വന്ന് കണ്ട് കയറിയിട്ടേ ഉള്ളൂ. ഇനി അൽഹംദുലില്ലാ അവനും കൂടി വന്നിട്ട് രണ്ടാളും പാടെ അതേമാതിരി കാണാൻ പറയാം. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തരും. എനിക്ക് വയ്യ പറയാനാവുകൊണ്ടിട്ടാ. ഒക്കെയാണ്. എന്തായാലും സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ സന്തോഷം തന്നെയല്ലേ. ഇനി വന്ന് കയറിയാൽ അധികം സന്തോഷമായി. വന്ന് കയറി കാണട്ടെ. കുറേ നാളിങ്ങനെ നീണ്ടപ്പോഴാണ് ഇങ്ങനെ ഉംറക്ക് പോയതും മകനെ കാണാനുള്ള നടപടിയിലേക്ക് പോയതും. വരും പറഞ്ഞിട്ട് വന്നെത്തി കിട്ടാഞ്ഞിട്ട് അങ്ങനെ പോയി കണ്ടു പോന്ന്. അപ്പം മുക്കാലായി. ഇനി പോയി വന്ന് കയറിയാൽ നല്ല സന്തോഷമാവും. ഇന്നിപ്പോൾ കേസ് കോടതി പരിഗണിക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. അതിനുകൊണ്ട് വിധി പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് വന്ന് കയറി കാണട്ടെ. അതിന് പ്രാർത്ഥിച്ചിരിക്കാം. ഉന്മേഷം, നമുക്കിപ്പം സഹോദരൻ നസീർ കൂടി ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ദൈവത്തെ സ്തുതി എന്ന് പറയാം. മാൻ്റെ നിർബന്ധത്തിനാണ് നമ്മൾ സൗദിയിലേക്ക് പോയി റഹീമിനെ കണ്ടു. അരമണിക്കൂറിലധികം നമ്മൾ സംസാരിച്ചു. എന്താ പറയുക, നമ്മൾ പഴയതൊന്നും അവർക്കായില്ല. നമ്മൾ കണ്ട ആ ഒരു ഇതിൽ തന്നെ നമുക്ക് എന്താ പറയുക, ഒന്നും സംസാരിക്കാനില്ല. കെട്ടിപ്പിടിച്ച് അരമണിക്കൂറൊക്കെ കരച്ചിൽ തന്നെയായിരുന്നു. 18 വർഷത്തിന് ശേഷം കാണില്ല. നല്ല പിന്നെ സന്തോഷത്തോടു കൂടി പിന്നെ തിരിച്ചു പോകുന്നു. ഇന്നിപ്പോൾ കേസ് എടുക്കുന്നുണ്ട്. ഇതിൽ റിലീസ് ഓർഡർ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ അവസ്ഥയിൽ ഉമ്മാനെ കാണണ്ട എന്നുള്ള നിലപാടായിരുന്നു ആദ്യം റഹീമിന്. വല്ലാത്തൊരവസ്ഥയാണ് സ്വാഭാവികമായിട്ടും ആ വിധത്തിൽ. പക്ഷെ പിന്നീടാണ് അതിനുള്ളൊരു അവസരം ഒരുക്കുന്നത്. അതെ, അവന് എന്താ പറയുക, ആ ഒരു ഡ്രസ്സിൽ കാണണ്ടെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ നമ്മൾ വേറെ ഇതിൽ എല്ലാം എന്താ പറയുക, ഒരു ഇതില്ലാതെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഡ്രസ്സിലാണ് നമ്മൾ കാണാൻ നമ്മൾ സൗകര്യം ചെയ്യിപ്പിച്ചത്. പക്ഷെ അവനെ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അവനക്ക് മനസ്സിലായി. അതുകൊണ്ട് ജയിലധികൃതർ അവനെ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കണ്ടു. കുഴപ്പങ്ങളൊന്നുമില്ല. അവനൊരു ചെറിയ തെറ്റിദ്ധാരണ വന്നതാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. നല്ലൽക്ക് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അരമണിക്കൂറിലധികം സംസാരിച്ചു. നല്ലൽക്ക് സംസാരിച്ചതിന് ശേഷം നമ്മൾ പിരിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത്. മോചനദ്രവ്യം 34 കോടി രൂപ കുടുംബത്തിന് കൈമാറിയിട്ടും ഇപ്പോൾ 6 മാസത്തോളം ആവുന്നു. ഇനിയോ അതിൻ്റെ നടപടികൾ ഇങ്ങനെ വൈകുന്നതിലായിരുന്നു ഒരു വലിയ ബുദ്ധിമുട്ട്. എന്തായാലും ആ കേസ് പരിഗണിക്കുന്നുണ്ട്. അത് 34 കോടിയാണ് അവർ ബ്ലഡ് മണി ആയിട്ട് കൊടുത്തതാണ്. അപ്പം ഗവൺമെൻറ് പ്രൊസീജിയർ ഉണ്ടാവും. ഈ മാപ്പ് കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ റദ്ദ് ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് കോടതി അംഗീകരിച്ചിട്ട് ഇപ്പോൾ മാപ്പ് അംഗീകരിച്ചു. ഇനി ഗവൺമെൻറ് പ്രൊസീജിയർ ഉണ്ടാവുമല്ലോ. ഈ ഒരു ശിക്ഷ, ഒരു കൊലപാതകം നടന്നുള്ള ശിക്ഷ ഇന്ന് ചിലപ്പം വിധി പറയും. ആ വിധി ചിലപ്പോൾ 5 അല്ലെങ്കിൽ 8 ഒരു 10 വർഷം. അപ്പോൾ 18 വർഷം അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് അത് തള്ളിയിട്ട് ഇന്ന് തന്നെ റിലീസ് ഓർഡർ ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ദിവസം റിലീസ് ഓർഡർ ഇടും എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് അറിയാൻ സാധിച്ചത്. ഉന്മേഷം, എന്തായാലും ഇന്ന് ഈ കേസ് കോടതി പരിഗണിക്കുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. വളരെ വേഗത്തിൽ തന്നെ റഹീം പുറത്തിറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം. ശരി, ഇന്ന് ആ ഉത്തരവുണ്ടാകുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.